എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ചെയ്യുന്നത്. അതിനു വേണ്ടുന്ന ഇൻഗ്രീഡിയൻസാണ് ഇതെല്ലാം. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് വൃത്തിയായി കഴുകി തൊലിയോടെ കൂടെ തന്നെ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. തൊലിയോടെ കൂടെ പുഴുങ്ങുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി കളഞ്ഞ് എടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാം തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. ഇനി നമുക്കിത് ഈ ചൂടോടുകൂടെ തന്നെ നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. അതിനെ നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ചൂടോടുകൂടെ ഉടയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാം ഉടച്ചെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 6 പീസ് ബ്രെഡ് ചേർക്കാം. അതിനായി ബ്രെഡിൻ്റെ ഈ സൈഡ് ഭാഗം എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇതിലേക്ക് നമുക്കിതൊന്ന് പൊട്ടിച്ചിടാം. എല്ലാം തന്നെ ഇതേപോലെ പൊട്ടിച്ചിടാം. ഇനി നമുക്ക് ഇതിനായി 3 പച്ചമുളക് എടുക്കാം. വലിയ ഉള്ളി ഒരെണ്ണം മുറിച്ചത് നമുക്കിതിലേക്ക് ചേർക്കാം. പച്ചമുളക് മുറിച്ചത് ചേർക്കാം. 1 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതാണത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ഒറിഗാനോയുടെ ടേസ്റ്റും ഇതിന് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി തന്നെ ഒന്ന് ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് ആണ്. ഇനി ഇതിൽ നിന്നും ഓരോ ഉരുളിയായിട്ട് നമുക്കെടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഒരു ഷേപ്പാണ് എടുക്കുന്നത്. ഇനി ബ്രെഡ് ക്രംസ് ഇതിലേക്ക് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ മുക്കി പൊരിക്കാൻ ബാറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ബ്രെഡ് ക്രംസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രെഡ് ക്രംസ് നന്നായിട്ട് തന്നെ നമുക്കതിൽ തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അതിനായി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം അത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഓരോന്നായി ഇതുപോലെ ഇട്ട് പൊരിച്ചെടുക്കാം. ഒരു ഭാഗം ആവശ്യത്തിന് മൂക്കുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിടാം. അപ്പോൾ പാകത്തിനായി നമുക്ക് എടുക്കാം. ഇതുപോലെ എല്ലാം തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. നല്ല ചൂട് ചായയുടെ ഒപ്പം നല്ല ചൂടോടെ തന്നെ ഈ സ്നാക്ക് കഴിക്കാം. ചൂടോടെ കഴിക്കുമ്പോഴാണ് ഈ സ്നാക്കിൻ്റെ രുചി കൂടുതലായിട്ടും അറിയുന്നത്. എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.